ചിരിയിലൂടെ ചിന്തിപ്പിക്കുന്നയാളാണ് മലയാളികളെ സംബന്ധിച്ച് ശ്രീനിവാസൻ. വെളുത്ത നിറവും ഉയർന്ന ശരീരവുമുള്ള നായകന്മാർ മാത്രം ഉണ്ടായിരുന്ന കാലത്താണ് ഇരുണ്ട നിറവും ശരാശരി ഉയരവുമുള്ള ശ്രീനിവാസൻ സിനിമയിലേക്ക് വരുന്നത്. അക്കാലത്ത് പ്രേക്ഷകരെ വെളുപ്പിന്റെ വരേണ്യമായ സൗന്ദര്യബോധം സ്വാധീനിച്ചിരുന്നു. സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് കൽപ്പിച്ചു നൽകിയിരുന്ന ഈ ഒരു രൂപത്തെ നായകസ്ഥാനത്തേക്ക് ഉയർത്താൻ ശ്രീനിവാസന് കഴിഞ്ഞു. സാധാരണക്കാരായ മനുഷ്യർക്ക് ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പല വേഷങ്ങളും. മെയിൽ ഷോവിനിസത്തെ വിമർശിക്കുന്ന കഥാകൃത്തുക്കളിൽ ഒരാളായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ സിനിമകളിലെ എല്ലാ പുരുഷ കഥാപാത്രങ്ങളും എല്ലാവിധ വീക്ക്നെസ്സുകളുമുള്ള വ്യക്തികളായിരുന്നു. വടക്കുനോക്കി യന്ത്രം എന്ന സിനിമയിലെ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രം സംശയരോഗിയായ ഒരു ഭർത്താവാണ്. തീർത്തും ദുർബലനായ ദിനേശൻ എന്ന കഥാപാത്രത്തിന്റെ അപകർഷതാബോധത്തെ നർമ്മത്തിലൂടെയാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമ ഉത്തരവാദിത്വ ബോധമില്ലാത്ത വിജയൻ എന്ന കഥാപാത്രത്തിന്റെ ദൗർബല്യങ്ങളെ ഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നു. മലയാള സിനിമയിലെ ടിപ്പിക്കലായിട്ടുള്ള പുരുഷ സങ്കല്പത്തിൽ നിന്നും മാറിയിട്ടുള്ള കഥാപാത്രമാണിത്. മോഹൻലാലും മമ്മൂട്ടിയും സങ്കല്പമാണെങ്കിൽ താനാണ് യാഥാർത്ഥ്യമെന്ന് കേരളത്തിലെ സ്ത്രീ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ ശ്രീനിവാസന് സാധിച്ചു. പുരുഷന്മാരായാലും സ്ത്രീകളായാലും റിയലിസ്റ്റിക് ആയിട്ട് മാത്രമേ ശ്രീനിവാസൻ സിനിമകളിൽ വന്നിട്ടുള്ളൂ. മര്യാദാ പുരുഷോത്തമന്മാരല്ലാത്ത നായകന്മാരെയും മാതൃകയാക്കാൻ പറ്റാത്ത സ്ത്രീകളെയും അദ്ദേഹം സിനിമകളിലൂടെ ആവിഷ്കരിച്ചു. കല്യാണ മന്ത്രത്തിലെ ശ്രീനിയുടെ കഥാപാത്രം ഉർവശി അവതരിപ്പിച്ച ഭാര്യ കഥാപാത്രത്തിന്റെ താളത്തിനൊത്തു തുള്ളുന്ന വ്യക്തിയാണെങ്കിൽ, ഉദയനാണ് താരം എന്ന സിനിമയിലെ സരോജ് കുമാർ അപ്രതീക്ഷിതമായി വന്നു ചേർന്ന പണവും സൗഭാഗ്യവും ഒരു വ്യക്തിയെ എങ്ങനെ അധപ്പതിപ്പിക്കുന്നു എന്ന് വരച്ചു കാണിക്കുന്നു. ഒരു ശരാശരി മലയാളി പുരുഷൻ അവന്റെ സങ്കല്പത്തിന് പുറത്തുള്ള യാഥാർത്ഥ്യത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് ശ്രീനിവാസൻ രചനകൾ നമുക്ക് കാണിച്ചു തരുന്നു. ആണധികാരത്തെ ഹാസ്യം കൊണ്ട് നേരിട്ട ശ്രീനിവാസന്റെ ഇത്തരം രചനകൾ നമുക്ക് ഈ രീതിയിലും വിശകലനം ചെയ്യാൻ പറ്റുന്നതാണ്.